ആൻസൈറ്റി ആണോ? ബൈപ്പോളറാണോ? അല്ല, പിന്നെന്താ എങ്ങനെയാണ് ഷിസോഫ്രീനിയ? സ്കിസോഫ്രീനിയ എന്നത് ഒരു ഗുരുതരമായ മാനസികാരോഗ്യാവസ്ഥയാണ്. സാധാരണയായി യാഥാർത്ഥ്യത്തെയും ഭാവനയെയും തമ്മിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയായി ഇതിനെ വിശേഷിപ്പിക്കാം. പലരും തെറ്റിദ്ധരിക്കുന്നതുപോലെ ഇത് പേഴ്സണാലിറ്റി സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരേ സമയം പല വ്യക്തിത്വങ്ങളുണ്ടാകുന്ന അവസ്ഥയല്ല, മറിച്ച് ചിന്തകളിലും വികാരങ്ങളിലും പെരുമാറ്റങ്ങളിലുമുണ്ടാകുന്ന അസാധാരണമായ മാറ്റങ്ങളാണ് സ്കിസോഫ്രീനിയയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് പോസിറ്റീവ് ലക്ഷണങ്ങളാണ്. ഇവിടെ പോസിറ്റീവ് എന്ന് പറയുന്നത് നല്ലത് എന്നർത്ഥമല്ല, സാധാരണ ഇല്ലാത്ത ചില അനുഭവങ്ങൾ ചേർക്കപ്പെടുന്നതാണ്. ഉദാഹരണത്തിന്, ആരുമില്ലാത്തപ്പോൾ ശബ്ദങ്ങൾ കേൾക്കുക, ഇല്ലാത്ത ഒരാളെ കാണുക, അവരുമായി സംസാരിക്കുക, ആരെങ്കിലും പിന്തുടരുന്നു എന്ന് തോന്നുക, യാഥാർത്ഥ്യത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുക എന്നിവ ഇതിൽപ്പെടുന്നു. രണ്ടാമത്തേത് നെഗറ്റീവ് ലക്ഷണങ്ങളാണ്. ഇവയിൽ വ്യക്തിയുടെ സ്വാഭാവിക വികാരങ്ങളും താൽപ്പര്യങ്ങളും കുറയുന്നു. സംസാരിക്കാനുള്ള താൽപ്പര്യം കുറയുക, സാമൂഹിക ഇടപെടലുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, സന്തോഷം അനുഭവിക്കാൻ ബുദ്ധിമുട്ടനുഭവിക്കുക തുടങ്ങിയവയാണ് ഉദാഹരണങ്ങൾ. മൂന്നാമത്തേത് കോഗ്നിറ്റീവ് ലക്ഷണങ്ങളാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട്, ഓർമ്മശക്തിയിൽ കുറവ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സ്കിസോഫ്രീനിയ ഉണ്ടാകാനുള്ള കാരണം ഒരു കാരണത്തിലേക്ക് മാത്രം ചുരുക്കാൻ കഴിയില്ല. ജനിതക ഘടകങ്ങൾ, മസ്തിഷ്കത്തിലെ രാസവസ്തുക്കളുടെ അസന്തുലിതാവസ്ഥ, പ്രത്യേകിച്ച് ഡോപ്പമിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ മാറ്റങ്ങൾ, കൂടാതെ ജീവിതത്തിലെ മാനസിക സമ്മർദ്ദങ്ങൾ, ഓൾ ദീസ് ഫാക്ടേഴ്സ് പ്ലേ എ റോൾ. ചിലർക്ക് യുവാവസ്ഥയിൽ തന്നെ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ തുടങ്ങാം. ചികിത്സയുടെ കാര്യത്തിൽ സ്കിസോഫ്രീനിയ പൂർണ്ണമായും മാറ്റാനാകാത്ത ഒരു രോഗമെന്ന് കരുതേണ്ടതില്ല. ശരിയായ ചികിത്സയും പിന്തുണയും ലഭിച്ചാൽ രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും ഒരു സാധാരണ ജീവിതം നയിക്കാനും സാധിക്കും. പ്രധാനമായും ആന്റിസൈക്കോട്ടിക് മരുന്നുകൾ ഉപയോഗിച്ചാണ് ചികിത്സ നടത്തുന്നത്. കൂടാതെ സൈക്കോതെറാപ്പി, കൗൺസിലിംഗ്, കുടുംബത്തിന്റെ പിന്തുണയും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രോഗമുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തരുത് എന്നതാണ്. അവർക്ക് മനസ്സിലാക്കലും പിന്തുണയും നൽകേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ചികിത്സ ആരംഭിക്കുന്നത് രോഗത്തിന്റെ ഗുരുതരത്വം കുറയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഒരാളിൽ ഇത്തരം മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവഗണിക്കാതെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക. സ്കിസോഫ്രീനിയയെക്കുറിച്ചുള്ള ശരിയായ ബോധവൽക്കരണം സമൂഹത്തിൽ വളരുന്നത് ഈ രോഗത്തോടുള്ള ഭയവും തെറ്റിദ്ധാരണകളും കുറയ്ക്കാൻ സഹായിക്കും. മനസ്സാരോഗ്യകരമാകുമ്പോഴാണ് ജീവിതവും ആരോഗ്യകരമാകുന്നത്. Stay healthy. Follow for more.